ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA തേർഡ് സെമിസ്റ്ററുടെ മെയിൻ പേപ്പറായ ഹിസ്റ്ററി ഓഫ് കേരള പാർട്ട് 1 ഫോർത്ത് ബ്ലോക്കിലെ 5th യൂണിറ്റ്, അതായത് ഫോർത്ത് ബ്ലോക്കിലെ ലാസ്റ്റ് യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ പെയ്ഡ് നോട്ട്സ് ഉണ്ട് മലയാളത്തിൽ. നോട്ട്സ് വേണ്ടവർക്ക് മുൻ വീഡിയോസിലൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിരുന്നു, അതിൽ ബന്ധപ്പെട്ടാൽ മതി. അതുപോലെ ഇംഗ്ലീഷിൽ അസൈൻമെൻറ്റ്സും കൊടുക്കുന്നുണ്ട്. ഒക്കെ വാട്സപ്പ് നമ്പറിൽ വരികയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് തരാം. ഓക്കെ, ക്ലാസ്സിലേക്ക് പോകാം. 4ാമത്തെ ബ്ലോക്കിലെ 5ാമത്തെ യൂണിറ്റിൻ്റെ പേര് ക്രാഫ്റ്റ് വർക്ക്സ് ആൻഡ് ട്രേഡാണ്. അതായത് കരകൗശല വസ്തുക്കളും വ്യാപാരത്തെക്കുറിച്ചാണ് കൂടുതൽ നമ്മളോട് ചോദ്യം വരുന്നത്. അതായത് നോക്കാം നമുക്ക്. ഇതിൽ മറ്റ് വിദേശ രാജ്യങ്ങളുമായുള്ള കേരളത്തിലെ സമുദ്ര വ്യാപാരത്തിൻ്റെ നേട്ടങ്ങളും വെല്ലുവിളികളുമാണ് ചോദിക്കുന്നത്. നേട്ടങ്ങളും വെല്ലുവിളികളും പറയുമ്പോൾ നേട്ടങ്ങളും കോട്ടങ്ങളും കേട്ടോ. അപ്പം നേട്ടങ്ങൾ എന്തൊക്കെയാണ്? കടൽ മാർഗം തുറമുഖങ്ങൾ വഴി നടന്ന വ്യാപാരം കേരളത്തിന് സമൃദ്ധി നേടിക്കൊടുത്തു. ഗ്രീക്ക്, റോമൻ, അറബ്, ചൈനീസ് മുതലായ സംസ്കാരങ്ങളുമായിട്ട് കേരളം സാംസ്കാരിക ബന്ധം സ്ഥാപിച്ചു. അതുപോലെ കേരളത്തിൻ്റെ മുളക്, മഞ്ഞൾ, കടുക്, ചന്ദനം, കോട്ടൺ തുടങ്ങിയ വസ്തുക്കൾ വിദേശത്ത് പ്രശസ്തമായി, അല്ലെങ്കിൽ അതിനവിടെ പ്രചാരം ലഭിച്ചു. പിന്നെ കടൽ യാത്രകൾ വഴി പുതിയ സംസ്കാരങ്ങളും കപ്പൽ നിർമ്മാണ സാങ്കേതിക വിദ്യയും കേരളത്തിലെത്തി. അതൊരു പുതിയ നേട്ടമാണ്. ക്രിസ്ത്യാനികൾ, ജൂതന്മാർ, മുസ്ലിങ്ങൾ എന്നിവരുടെ ആദ്യത്തെ വരവും ഉണ്ടായത് എങ്ങനെയാണ്? ഈ വ്യാപാര ബന്ധത്തിലൂടെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതൊക്കെയാണ് നേട്ടങ്ങളായിട്ട് പറയുന്നത്. ഇനി വെല്ലുവിളികൾ അല്ലെങ്കിൽ കോട്ടങ്ങൾ, പോരായ്മകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മൺസൂൺ കാറ്റുകൾ, കൊടുങ്കാറ്റുകൾ മുതലായ സമുദ്ര കാലാവസ്ഥാ പ്രശ്നങ്ങളുണ്ടായി. അത് കടൽ യാത്രയെ അപകടകരമായിട്ട് ബാധിച്ചു. വ്യാപാര ബന്ധങ്ങൾ ശക്തമായതുകൊണ്ട് വിദേശ ശക്തികൾ അതിന് പിന്നാലെ, അതായത് ആ ബന്ധത്തിന് പിന്നാലെ അധിനിവേശ ശ്രമങ്ങൾ നടത്തി. മറ്റ് ഇന്ത്യൻ പ്രദേശങ്ങളുമായിട്ടുള്ള മത്സരം കേരളത്തിൻ്റെ വ്യാപാരത്തെ ബാധിച്ചു. വിലയേറിയ കച്ചവടം പലപ്പോഴും നാടിൻ്റെ ഭക്ഷ്യസുരക്ഷയ്ക്ക് പോലും തിരിച്ചടിയായിട്ടുണ്ട്. ഇത്രയാണ് അതിൻ്റെ കോട്ടങ്ങളായിട്ട് വരുന്നത്. ഇനി നമ്മളിത് നോക്കുന്നത് പെരുമാൾ കാലഘട്ടത്തിലെ കേരളത്തിൻ്റെ ശാസ്ത്ര സാങ്കേതിക പുരോഗതിയുടെ പശ്ചാത്തലത്തിൽ ലഘുഭാസ്കരീയ വ്യാഖ്യയുടെ പ്രാധാന്യം. എന്താണ് ലഘുഭാസ്കരീയ വ്യാഖ്യ നോക്കാം. നമുക്കതിൽ പറയുന്നുണ്ട്. ആദ്യം നമ്മളതൊന്ന് സൂചിപ്പിച്ചിട്ട് അതിലൂടെ പറയാം. ഒരു കൃതിയാണ്, ഗ്രന്ഥമാണ്. ആര്യഭട്ടൻ ഒന്നാമൻ്റെ ഒരു കൃതിയാണ് കേട്ടോ. നമുക്ക് ഭാരതത്തിലെ ശാസ്ത്രപരമായ പരിജ്ഞാനം ഗണിതശാസ്ത്രത്തിന് വലിയ സംഭാവനകൾ നൽകുകയുണ്ടായി. 5ാം നൂറ്റാണ്ടിലെ മഹാഗണിത ശാസ്ത്രജ്ഞനായ ആര്യഭട്ടൻ്റെ ആശയങ്ങൾ കേരളത്തിലും സ്വാധീനം ചെലുത്തി. ഭാസ്കരൻ ഒന്നാമൻ ആര്യഭട്ടൻ കേട്ടോ പേരാണത്. ഭാസ്കരൻ ഒന്നാമൻ ആര്യഭട്ടൻ്റെ ആര്യഭടീയ എന്ന കൃതിയെ അടിസ്ഥാനമാക്കി രചിച്ച ഒരു പ്രശസ്ത വ്യാഖ്യാനമാണ് ലഘുഭാസ്കരീയ വ്യാഖ്യ. ആര്യഭട്ടൻ്റെ സംക്ഷിപ്ത രൂപത്തിലുള്ള സാങ്കേതിക പദങ്ങൾ, അതുപോലെ തന്നെ ആ പദങ്ങളെ അനവൃത്തമാക്കിക്കൊണ്ട് വിശദീകരിക്കുകയും ചെയ്ത ഒരു ലഘുഭാസ്കരീയ വ്യാഖ്യയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഗ്രഹങ്ങളുടെ ഗതികൾ സൂചിപ്പിക്കുന്നു. അതുപോലെ സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം, കാലഗണന, പിന്നെ ഗോളീയ ഗണിതം മുതലായ ജ്യോതിശാസ്ത്രപരമായ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് ലളിതമായിട്ട് രൂപീകരിച്ചിട്ടുള്ളൊരു വ്യാഖ്യാനമാണ് ലഘുഭാസ്കരീയ വ്യാഖ്യ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നാവികർ, വ്യാപാരികൾ, കപ്പൽ യാത്രക്കാർ എന്നിവർക്ക് ലഘുഭാസ്കരീയ വ്യാഖ്യ നക്ഷത്ര നിരീക്ഷണം പോലെയുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. നക്ഷത്രങ്ങളെ നോക്കിയിട്ട് കടൽ യാത്രക്കുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുക, അത് ചെയ്തിട്ടുണ്ട്. ഭാസ്കരൻ ഒന്നാമൻ പൈയുടെ മൂല്യം കണ്ടെത്തി. പൈയുടെ മൂല്യം എത്രയാണ്? 3.1416 അല്ലേ? അപ്പോൾ അത് കണ്ടെത്തി, അത് കൃത്യമായിട്ട് കണക്കാക്കിയതും ഭാസ്കരൻ ഒന്നാമനാണ്. അതിനുള്ള അടിസ്ഥാനം എന്താണ്? ഈ ഗ്രന്ഥമായിരുന്നു. പിന്നെ പിൽക്കാലത്ത് കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സിൻ്റെ അടിത്തറ ഒരുക്കാനും ഈ ഗ്രന്ഥത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതായത് അതിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടായാൽ ഇത് കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും ഒരു വിജ്ഞാന കൗതുകം ഉണർത്തുന്ന ഒന്നായിരിക്കും എന്ന രീതിയിൽ അതിനുള്ള ശ്രമം നടന്നു. അതും എന്താണ് അതിൻ്റെ ഒരു ഫലം. ഇനി നമ്മളോട് ഇന്ന് ചോദിക്കുക, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും സമൂഹത്തിലും ജൂത ക്രിസ്ത്യൻ കുടിയേറ്റ യൂണിറ്റുകൾ എങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളത്. അതായത് ജൂത കുടിയേറ്റ യൂണിറ്റുകളെക്കുറിച്ചാണ്. ക്രിസ്തുവിന് മുമ്പുള്ള കാലത്ത് തന്നെ കൊടുങ്ങല്ലൂർ ആസ്ഥാനമാക്കി ജൂതന്മാർ കേരളത്തിൽ കുടിയേറിയിരുന്നു. വിശ്വാസപ്രകാരം സെൻറ്റ് തോമസ് ലീഹ ഒന്നാമൻ എന്ത് ചെയ്തു? 1ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ എത്തിയതോടുകൂടിയിട്ടാണ് സിറിയൻ ക്രിസ്ത്യാനികൾ കേരളത്തിൽ വന്നതെന്നാണ്. ആദ്യകാലത്തെ തദ്ദേശ ഭരണ സംവിധാനങ്ങളിൽ ജാതിപത ഭേദമന്യേ എല്ലാവരും പ്രവർത്തിച്ചിരുന്നു കേരളത്തിൽ. അപ്പോൾ ജൂതരും ക്രിസ്ത്യാനികളും തദ്ദേശീയ സഭകളിൽ അംഗമായിട്ട് പങ്കെടുക്കുകയും പ്രത്യേകിച്ച് അവർക്കുള്ള പ്രദേശങ്ങളിൽ അവർ സജീവമാവുകയും
ചെയ്തിരുന്നു. മിക്കവാറും ഊരാളരുടെയും സ്വതന്ത്രമായ ചെറിയ ഭരണ യൂണിറ്റുകളുടെയൊക്കെ ഭാഗമായിട്ട് വരെ അവർ പ്രവർത്തിച്ചിരുന്നു. അവരുടെ സ്വന്തം മഹാജന സഭകളും ഉണ്ടായിരുന്നു. അതായത് അവരുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ, പള്ളിക്കാര്യങ്ങളും മതകാര്യങ്ങളും അതുപോലെ സമയകാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവരുടെ സ്വന്തം സ്വതന്ത്രമായ മഹാസഭകളും ഉണ്ടായിരുന്നു. അതുപോലെ അവർക്ക് അവരുടെ കാര്യങ്ങളിൽ സ്വയം നിർണ്ണയം നടത്താൻ വേണ്ടിയിട്ടാണ് ഇത് അനുവദിച്ചു കൊടുത്തിരുന്നത് തന്നെ. അവരുടെ പള്ളികളുടെ ഭരണത്തിൽ അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്നതിനുള്ള തെളിവുകളും കേരളത്തിൽ നിന്ന് ലഭ്യമായിട്ടുണ്ട്. ജൂതരും ക്രിസ്ത്യാനികളും കടൽ വ്യാപാരത്തിലൂടെ വലിയ സാമ്പത്തിക ശക്തിയായിട്ട് മാറി. പള്ളികൾ, അതുപോലെ സിനഗോഗുകൾ പറഞ്ഞാൽ എന്താ, ജൂത പ്രാർത്ഥനാലയങ്ങളെയാണ് സിനഗോഗുകൾ എന്ന് പറയും കേട്ടോ, എന്നിവ സാമൂഹിക സേവന കേന്ദ്രങ്ങളായിട്ട് പ്രവർത്തിച്ചു. അവർ നാടിൻ്റെ മറ്റു സമുദായങ്ങളുടെ ഭരണകാര്യങ്ങളിൽ സഹകരണത്തോടു കൂടിയിട്ട് പ്രവർത്തിച്ചു. എതിർപ്പുകളില്ലാതെ ഐക്യത്തോടു കൂടിയിട്ട് പ്രവർത്തിച്ചു. നാടുവാഴികളും പെരുമാളുകളും ജൂതർക്കും ക്രിസ്ത്യാനികൾക്കും പ്രത്യേക അവകാശങ്ങളും നൽകി. ചേരമാൻ പെരുമാൾ ക്രിസ്ത്യാനികൾക്ക് താമ്രശാസനം അഥവാ തരിശാപ്പള്ളി ചാർട്ടറും നൽകി. അവർക്ക് ചില അവകാശങ്ങൾ നൽകിക്കൊണ്ടുള്ള ഒരു രേഖ, അതാണ് കേട്ടോ താമ്രശാസനം അല്ലെങ്കിൽ തരിശാപ്പള്ളി ശാസനം എന്നായിട്ട് കണക്കാക്കുന്നത്. ജൂതർക്കും പള്ളികൾ നിർമ്മിക്കാനുള്ള അല്ലെങ്കിൽ പള്ളികൾ പണിയാനുള്ള അവകാശവും ഇടപാടുകൾ നടത്താനുള്ള അവകാശവും അനുവദിച്ചു കൊടുത്തു. അപ്പോൾ കേരളത്തിൽ ഈ കാലഘട്ടത്തിൽ ജൂത മതസ്ഥർക്കും ക്രിസ്ത്യൻ മതസ്ഥർക്കും പ്രത്യേക അവകാശങ്ങൾ നൽകിയിരുന്നു. ഇതിൽ എന്തൊക്കെയാണ്? ലഘുഭാസ്കരീയ വ്യാഖ്യ. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ലഘുഭാസ്കരീയ വ്യാഖ്യയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അത് എന്താണത് എന്നുള്ളതെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക. എന്താണ്? ആര്യഭട്ടൻ ഒന്നാമൻ്റെ ഭാസ്കരൻ ഒന്നാമൻ ആര്യഭട്ടൻ്റെ ആര്യഭടീയം എന്ന ഗ്രന്ഥത്തെ ആസ്പദമാക്കിക്കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള സംക്ഷിപ്തമായൊരു വ്യാഖ്യാനമാണ് ലഘുഭാസ്കരീയ വ്യാഖ്യ. അതിൽ കാര്യമായിട്ട് പറയുന്നത് എന്തൊക്കെയാണ്? ജ്യോതിശാസ്ത്ര ഗണിതശാസ്ത്ര വിഷയങ്ങളാണ് അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് അതിൽ വരുന്നത് നമ്മൾ പ്രത്യേകം പറഞ്ഞു. എന്തൊക്കെയാണ്? ഗണിതശാസ്ത്ര വിഷയങ്ങൾ, നക്ഷത്രങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ, കപ്പൽ യാത്രകൾക്ക് വേണ്ട വിവരങ്ങൾ നൽകാനാവുന്ന വിവരങ്ങൾ, സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം, കാലഗണന, ഗോളീയ ഗണിതം, ലോകരിതങ്ങൾ ഒക്കെ കൃത്യമായിട്ട് വിവരിച്ചിട്ടുള്ള ഒരു വ്യാഖ്യാന പുസ്തകമാണ് ലഘുഭാസ്കരീയ വ്യാഖ്യ കേട്ടോ. അത് 2 മാർക്കിനും ചോദിച്ച് കാണാനുണ്ട്, 5 മാർക്കിനും ചോദിച്ച് കാണാം. അപ്പോൾ 5 മാർക്കിന് ചോദിക്കുമ്പോൾ നമ്മൾ അതിലൂടെ അതെന്തിനെല്ലാം കാരണം പയ്യുടെ വില കണ്ടെത്തിയത് അതിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കേരളത്തിൽ സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സിന് അടിത്തറയിടാൻ ഈ പ്രസ്ഥാനത്തിന് ഈ ഗ്രന്ഥത്തിൻ്റെ എല്ലാ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സാധ്യമായിട്ടുണ്ട് എന്നുള്ളതൊക്കെ അല്ലേ. അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് 5 മാർക്കിനാകുമ്പോൾ എഴുതുക കേട്ടോ. വിദേശികളുമായുള്ള വ്യാപാരത്തിൻ്റെ നേട്ടക്കോട്ടങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇതിൽ നിന്ന് ചോദിക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ നേട്ടങ്ങൾ നമുക്ക് ഇപ്പോൾ സമുദ്ര വ്യാപാരത്തിലൂടെ ഉണ്ടാകുന്ന നേട്ടങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് തന്നെ എഴുതാൻ കഴിയുന്ന ഒരു കാര്യം കൂടിയാണ് കേട്ടോ. ഇത്രയാണ് ഈ ഒരു യൂണിറ്റ് എന്ന് വരുന്നത്. ഇപ്പോൾ 4ാമത്തെ ബ്ലോക്ക് കഴിഞ്ഞു. ഇനി അടുത്ത ബ്ലോക്കുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക്സ്.